ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോതമംഗലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട കേസ് പുനരന്വേഷണത്തിന് ഉത്തരവിടാനാണ് വെല്ലുവിളി. താൻ നിരപരാധിയെങ്കിൽ കള്ളക്കേസെടുത്ത അധികാര ദുർവിനിയോഗം നടത്തിയ CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കാനും ഫേസ്ബുക്ക് കുറിപ്പ്. റാംഷാ CP വിവരങ്ങളുമായി ചേരുകയാണ്. റാംഷാ, ഒളിവിലിരുന്നു കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള ഈ വെല്ലുവിളി. ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് അർജുൻ ആയങ്കി ഒളിവിൽ പോയത്. പക്ഷേ ഒളിവിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഒടുവിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാനും എന്റെ സുഹൃത്തുക്കളും പ്രതി ചേർക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ട കേസിനെ പറ്റി പുനരന്വേഷണത്തിന് ഉത്തരവിടാനും അതോടൊപ്പം താൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞാൽ അധികാര ദുർവിനിയോഗം ചെയ്ത CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കാനുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ നേരിട്ടെത്തി താങ്കളെ പൊന്നാടി അണിയിച്ച് ഒരു ഉമ്മ തരും എന്നുകൂടിയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അർജുൻ ആയങ്കി പറയുന്നത്. അതോടൊപ്പം തന്നെ വിരട്ടരുത്, ഞാൻ വളർന്ന പാർട്ടി വേറെയാണ് എന്നൊക്കെയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അർജുൻ ആയങ്കി കുറിച്ചു വെക്കുന്നത്. പക്ഷേ അർജുൻ ആയങ്കിയുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് നേരത്തെ തന്നെ പാർട്ടി തള്ളിപ്പറഞ്ഞതുമാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി അർജുൻ ആയങ്കി വരികയും ചെയ്യുന്നത്. ഏതായാലും കോതമംഗലത്ത് നേരത്തെ ഒരു വിവാഹ പാർട്ടിയിൽ വിവാഹ ചടങ്ങിന് വേണ്ടി എത്തിയതായിരുന്നു അർജുൻ ആയങ്കിയും സംഘവും. അവിടെ വെച്ചാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ കേസിൽ ജയിലിൽ കഴിയുകയും ചെയ്തത്. പക്ഷേ പിന്നീട് പുറത്തിറങ്ങിയ ശേഷമാണ് അർജുൻ ആയങ്കി ഇത്തരത്തിൽ കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. അതിലാണ് പിന്നീട് പോലീസ് കേസെടുക്കുകയും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും അർജുൻ ആയങ്കി ഒളിവിൽ പോവുകയും ചെയ്തു. ഒളിവിൽ പോയ സമയത്ത് തന്നെ ഇപ്പോൾ ഇന്ന് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇട്ടിരുന്നു. അതിലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് നിരന്തരം പോലീസിനെതിരെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അർജുൻ ആയങ്കി. പക്ഷേ ഇപ്പോഴും പോലീസിന് അർജുൻ ആയങ്കിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആര്യ. ഓക്കെ, റാംഷാ CP ആണ് വിവരങ്ങൾ നൽകിയത്. ഒളിവിൽ ഇരുന്നു കൊണ്ടാണ് അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി. ഭീഷണിയും വെല്ലുവിളിയൊന്നും അർജുൻ ആയങ്കിക്ക് പുത്തരിയല്ല. നിലവിൽ തന്നെ 2 CIമാരെ ഭീഷണിപ്പെടുത്തിയ കേസ് നിലവിലുണ്ട്. ആ വിഷയത്തിലാണ് ഒളിവിൽ കഴിയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്.